ആഹാ, എന്നിട്ട് ആ മൂന്നാമത്തെ കുപ്പി നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു വലിയ ഡോന്റെ കയ്യിൽ കിട്ടുവാണ്. ഓഹോ, അവിടെയാണ് നമ്മുടെ പടത്തിന്റെ ട്വിസ്റ്റ്. ഓ, ഒരു 50 കോടിക്ക് പുല്ലുമല്ലേ തീർക്കാൻ സാർ. ആഹാ, കൊള്ളാലോ. എന്താ നിന്റെ പേര്? ബേസിൽ കഞ്ഞിക്കുഴി. നല്ല പേര്. പറ, നിന്റെ പ്രശ്നം എന്തേടെ? അവന്റെ ഒരു രാജാവ്, സോമം, രസം എന്നേക്കടാ. ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി. ഇറങ്ങടാ പുറത്ത്. അങ്ങനെയാണ് ഞാൻ സിഗരറ്റിനെ വെച്ചൊരു കഥ ഓൾറെഡി എടുത്തടേ. സാർ. എന്നാ കഞ്ചാവായാലോ? ഇറങ്ങടാ. സാർ കൊക്കൈനെങ്കിലും. ഇനി ഒരു അച്ഛനും വേണ്ടി ചവിട്ടി പൊണ്ടമുട്ടിക്ക് ഒരു അടികാരൻ സിനിമയിലല്ല നീ ജീവിതത്തിൽ അടിക്കൊണ്ടിട്ടുണ്ടാ നത്തോലി നാടകം കളിക്കുന്നവൻ എന്താടാ കുഴപ്പം? ശരിയാവൂല. നിങ്ങളെയും കൊണ്ട് വന്നപ്പോഴേ ഞാൻ ഓർത്തോ ഇതും ശരിയാവില്ല. എന്ത് പറഞ്ഞെന്ന്? തമിഴ് മുഖം തന്നെ മാഷെ. അപ്പൊ ഉയർന്ന ചിന്താഗതി. അതൊന്നും അല്ല, നിനക്ക് എന്നെ വെച്ച് പടം ചെയ്യാനുള്ള യോഗമല്ലേ? അതാ മിണ്ടിപ്പോരുത്. ദൈവമേ, സ്റ്റാർട്ട് ആവണേ. അങ്ങയുടെ സെപ്റ്റംബർ സിനിമാസ്. ഇതിന് ആക്സിഡന്റും ഇല്ലേ? ആ ബ്രേക്ക് ചെയ്ത് കാലെടുക്കും. വിളിച്ചു നോക്കട്ടെ. ആരെ? നമ്മുടെ സന്തോഷവനെ. കുക്കോലയാ? അങ്ങേരെ ഇവനെ നീ താരതമ്യം ചെയ്തു കേട്ടാ. അങ്ങേരെ ഞാൻ നിന്നെ തുപ്പിക്കൊല്ലും. ഹലോ കഞ്ഞിക്കുഴി, ഞാനൊരല്പം ബിസിയാണ്, കുറച്ച് കഴിഞ്ഞ് വിളിക്കൂ. ആ പ്രൊഡക്റ്റ് ഒന്ന് അപ്പ് ചെയ്തേ, എനിക്ക് ഫോക്കസ് കിട്ടുന്നില്ല. ഹലോ, ഞാനോ? വലിയ തുറയുണ്ട്, വന്നോളൂ വന്നോളൂ വന്നോളൂ. അമ്പോ മോഡ ഫോട്ടോഷൂട്ടാ പോലും. കുട്ടി, ചിൻ അപ്പ്, ചിൻ ഡൗൺ, ഐസ് ഓപ്പൺ, സ്മൈൽ. യെസ്, വെരി ഗുഡ് ഗായ്. വൗ, വാട്ട് എ ലൈറ്റിംഗ്, വാട്ട് എ ഫോട്ടോഗ്രാഫി. വെൽ ഡൺ മൈ ബോയ്. ആ ഫോട്ടോ ഒന്ന് കാണിച്ചു തരുവാ? എന്തിന്? എന്തിനാ ഫോട്ടോ? ഇങ്ങോട്ട് കൊണ്ടുപോടാ, ഒന്ന് കാണട്ടെ. ഇവിടെ റോസിൽ ഫോട്ടോ എടുത്തോ പോരാ, അതെന്റെ ഫേസ്ബുക്ക് പേജിൽ നോക്കിയാൽ മതി. കുക്കോ ഫോട്ടോഗ്രാഫി. 800 ലൈക്സ് ഉള്ള പേജാണ്. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇല്ലടാ മോനെ? ഇൻസ്റ്റാഗ്രാം ചാളെ വിറ്റടക്കണ തള്ളക്ക് ഇൻസ്റ്റാഗ്രാം. ഇറങ്ങിക്കോളും മനുഷ്യരെ മെനക്കെടുത്താൻ വേണ്ടി രാവിലെ. ഓലം വെച്ച പോലെ. പക്ഷെ നിൽക്കേണ്ട സ്ഥലം എവിടെയല്ല, വല്ല വയലിലും കൊണ്ട് നിർത്തണം. കറക്റ്റായിരിക്കും. ആണല്ലോ. ഡേയ്, എന്തായി ഡേ? നടേശൻ മലയാളി എന്ത് പറഞ്ഞു? നടേശൻ ഞാനാണ് സിനിമോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞപ്പോ തന്നെ പുള്ളി ഓക്കെ അടിച്ചു കാണുമല്ലോ. മതി മതി, കേറ് കേറ്. ഡ്രൈവർ വണ്ടി എടുക്കൂ എടുക്കൂ. വിട്ടോ വിട്ടോ വിട്ടോ. ഇൻസ്റ്റാഗ്രാം തുടങ്ങണം, കുക്കോ ഫോട്ടോഗ്രാഫി. അവര് ന്യൂ ഇയറിന്റെ ആഘോഷം തുടങ്ങി. പിന്നെ നമുക്ക് തുടങ്ങണ്ടേ? നമ്മളിങ്ങനെ തുഴഞ്ഞു നടന്നേ. അപ്പൊ നിങ്ങൾ ഇതുവരെ ഒന്ന് റെഡിയാക്കി. എന്തോ മാഷേ, നാളെ പുതിയൊരു വർഷം തുടങ്ങിയാണ്. അതിന് അടുത്ത അല്ലെങ്കിൽ നിങ്ങളൊരു സിനിമയിൽ അഭിനയിക്കുക. കാലുതാരാവാൻ വന്നതാ. കാലത്താതരേ, അടുത്ത വർഷം നിന്റെ കാണുന്ന ഒരു പടത്തിൽ അഭിനയിക്കും, ഹിറ്റും ആവും. അമ്പോ, ഈ പറച്ചിൽ മാത്രം പോരാ, ഇതൊക്കെ ചെയ്ത് കാണിക്കണേ. ആ കാണിക്കും. മാമാ മാറ്. അഭിനയിച്ചില്ലേലും വേണ്ടില്ല, മാമനടിക്കല്ലേ. നീ ക്യൂ വേണ്ട, വൈകിട്ട് കയറിടും. അല്ല, സാറിന് ഫോട്ടോഷൂട്ടിന് പോയിട്ടൊന്നും കിട്ടിയില്ലേ? അതൊരു പാവം കൊച്ചായിരുന്നേ. അവളുടെ പ്രൊഡക്റ്റ് ഒന്ന് അപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്തല്ലേ. അല്ല, നിങ്ങളേലൊന്നുമില്ല. ഉണ്ട് ഒലക്കെ ഒഴുങ്ങിയത്. ഈ വർഷം എല്ലാവരും നൂറ് ആവശ്യം, നമ്മൾ മാത്രം പൂജ്യമായിരിക്കും പ്രകടനം. അല്ലെങ്കിലും നീയൊക്കെ ഉജ്ജ്വലമാണല്ലോ. ഹായ് ചേട്ടാ, ഒരു കുപ്പി തരോ? ഹായ്. എന്തൊരു പ്രശ്നമുണ്ട് കേട്ടാ. എങ്കിലും ഒളപ്പം നടിയാണ്. ഇരിക്കട്ടെ, എന്റെ വക ഒരു ഹൃദയം. ഹലോ ഡോൺ സാറേ,
ഇവിടെ എല്ലാം റെഡിയാണ്. സാറിങ്ങി വന്നോട്ടാ മതി. സാധനം സേഫ് അല്ലേ? ഛേ, ഇത് എന്തിനാ പറയണത്? ഈ കുണ്ടാങ്ങട് രവിരെയും സാധനം പോകുന്ന അണ്ണന് തോന്നുന്നുണ്ടാ? അങ്ങനെയാണെങ്കിൽ ആ, we'll meet tonight. ഓ ഓ. You wait at the airport and take care of my parcel. Okay? Bye. അല്ല ഡോൺ സാറേ, നമ്മുടെ ഡീലിന്റെ കാര്യം. അതിലൊരു മാറ്റവുമില്ല. Bye. ആ ആ, ഇത്തവണ കാലക്കും. ഡോൺ. ഏത് അണ്ണനെ പോലെയാ? ഞാൻ വെറും ക്ലേ, ഇത് ഡോൺ, ഒരു ഒന്നൊന്നര ഡോൺ. ഈ ഇടയായിട്ട് നമ്മളെ ഡോൺ സാറിന് സമയം വളരെ മോശം. വെരി ഉഗ്ലി ടൈപ്പ്. My deal, my pen. क्या देख रहा है बे? उसकी माँ की कलम. 200 crores deal, huh? You Spanish idiot. You bloody wild. Oh my gosh. Oh, I'm so sorry. क्या बे? അപ്പോ എന്നിട്ട് എന്തിനാ എണ്ണ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ ഡോൺ സാറ് ഒരു പോർച്ചുഗീസ് ജോത്സ്യനെ പരിചയപ്പെടുന്നത്. എന്തിനാണ് അവന്റെ പേര്? ഛേ, ഒറാങ്കുട്ടൻ അല്ലല്ല, ഛേ, റംബൂട്ടാൻ. Amacito, asimala amekoha, no sahana, lo simalaha, esiko mahana, asperito, mama dira. Asperito, mama dira. ഈ സുനയാണ് റംബൂട്ടാൻ പറഞ്ഞ വായിക്കൊള്ളാത്ത ആ സാധനം. ഇതെടുക്കാനാണ് ഡോൺ ഇവിടെ വരണത്. അതിന് പകരം എനിക്ക് തരുന്നത് 50 കോടി രൂപയുടെ ഡീല്. അപ്പൊ ഇതിൽ ലാഭം ആർക്കാണ് വേണ്ടേ? അണ്ണന്. ആ, കറക്റ്റ്. ഈ കുപ്പി എങ്ങനെ കളയുന്നു വർഷങ്ങളായിട്ട് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു ഞാൻ. പിന്നെ ഈ കുപ്പിയുടെ ചരിത്രം നിനക്കൊന്നും അറിഞ്ഞൂടല്ലേ? എടാ, ഇത് അടിക്കലാമ പുഴുത്ത് പണ്ടാരം അടങ്ങി പോവും. അതിനെയാണ് ഈ പുണ്ണാക്കെ എനിക്ക് 50 കോടി രൂപ വന്ന് കൊണ്ടുപോകാൻ പോണത്. എങ്ങനെയുണ്ട്? എന്തൊരു പണ്ടനാവലല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കി. അയ്യോ, അളിയാ കുമ്പിടിച്ചാപ്പി, ഞാനാണ്. എടാ, നീ എന്നെ ഒന്ന് സഹായിക്കണം. എടാ, ഈ സമയത്ത് നീ അല്ലാതെ വേറെ ആരില്ലാന്ന് നിനക്കറിയാലോ. അത് ഞാൻ തരും. ആ, പിന്നെ ഈ വർഷം കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷമേ നടക്കുള്ളൂ. നിനക്കറിയാലോ അത്. എടാ, പ്ലീസ് പ്ലീസ് പ്ലീസ്, ഞാൻ തരാം. തേച്ച് ആ പ്രതീക്ഷയും പോയി. അവൻ എന്താ പറഞ്ഞേ? ഞാനൊരു 2000 രൂപ കൊടുക്കണ്ടേ? അതിനൊരു 1000 രൂപ എടുത്ത് അടിച്ചോളാൻ പറഞ്ഞു. ആ, എന്നാ പിന്നെ 1000 രൂപ. അത് ശരിയാവില്ല. അതെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കൊടുക്കാനുള്ള 2000 പിന്നെ ഇപ്പൊ എടുക്കണ 1000 ചേർത്ത് 3000 രൂപ ഞാൻ കൊടുക്കേണ്ടി വരില്ലേ? നിങ്ങളൊന്നാണെങ്കിൽ ഷെയറും തരില്ല. അത് ശരിയാ. ആ, കറക്റ്റാണ്. ഇതും തേജസ്ഥിതിക്ക് പ്ലാൻ ബി. എന്താണത്? GNPC. അത് പൊളിച്ച്. അതൊന്നും വേണ്ട, ചുമ്മാ നാണക്കേട്. നീ അടിക്കുന്നുണ്ടോ? ആ, എടാ, മോത്തെ കൊള്ളാം.
അപ്പൊ കുറച്ച് നാണം കണ്ടേണ്ടി വരും. ഓക്കെ അല്ലേ? ആ എന്നാ വാ. ആ, എന്നാ വാ. ആ അപ്പൊ ഓക്കെ. ബിജു, ഇതിനെ പെരുക്കിക്കൊണ്ടിരുന്ന സമയങ്ങൾ പോണ അറിയില്ല കേട്ടാ. എന്തിനൊക്കെ സീനുകളുണ്ട് ഇതിനകത്ത്. എൻ്റെ അമ്മോ, ഫീലിംഗ് അവസ്ഥ. ഡിയർ GNPC ബ്രദേഴ്സ്. ശരിയടേ, ചൊക്കനെ അടിച്ചോണ്ട് ഇറങ്ങിയിരിക്കുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഞങ്ങൾ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഓ, ന്യൂ ഇയർ. നിങ്ങളെല്ലാവരും മദ്യലഹരിയിലേക്ക് കടക്കാൻ പോകുമ്പോൾ ഞങ്ങൾ 3 പേർ ഒരു തുള്ളി മദ്യത്തിനായി ഇവിടെ അലയുകയാണ്. സഹായിക്കാൻ സന്മനസ്സുള്ളവർ മുന്നോട്ട് വരിക. ഡേ ബിജു, വണ്ടി ഇറങ്ങി നമുക്ക് അവന്മാരിക്ക് ഒരു ഫുള്ള് വാങ്ങിച്ചു കൊടുക്കാം. പാവം. അതെന്നാ ഡോൺ സാർ പിങ്ങത്തും. ഓ, അത് ശരിയാണല്ലേ. ഛേ, പാവം പൈലുകൾ എന്ന് സ്നേഹപൂർവ്വം പച്ചക്ക് ബേസില് കുക്കോ രോഹിണിയാ പാവം പെണ്ണ്. അമ്പോ, ഡോൺ വിളിക്കുന്നു. ആ ഹലോ ഡോൺ സാറേ, എവിടെ നീ? നമ്മളിവിടെ എയർപോർട്ടിന്റെ വെളിയിലുണ്ട്. Okay, come inside. ആ ഓക്കെ. വണ്ടി ഇറങ്ങോട്ട്. ശരിയണ്ണ.